ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പല ദിക്കുകളില് പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നിസ്വാർത്ഥമായി കൊണ്ട് ഈശ്വര സേവ ചെയ്യുന്നതായിട്ടുള്ള ഭക്തന്മാര് തന്റെ കർമ്മങ്ങളിലൂടെ ഈശ്വരഭാവത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള നിഷ്കാമ കർമ്മങ്ങളോടുകൂടി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണര്, എല്ലാ ലൗകിക ജീവിതത്തെയും മാറ്റിവെച്ചുകൊണ്ട് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്ന ഋഷീശ്വരന്മാര്, ഇവരുടെയൊക്കെ സൽക്കർമ്മങ്ങളാണ് ഈ പ്രപഞ്ചത്തില് എവിടെയെങ്കിലുമൊക്കെ ഒരു സൽക്കർമ്മം നടക്കുന്നുണ്ടെങ്കിൽ ഈ ഇവരുടെ അപാര കാരുണ്യം എന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒക്കെ തൃപ്പാദങ്ങളിൽ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു നല്ല ദിവസത്തേക്ക് നമുക്ക് സത്സംഗത്തിന് വേണ്ടിയിട്ട് തയ്യാറാവാം. ഉപാസനകളും സത്സംഗങ്ങളും ഒക്കെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ജീവിതത്തില് പലതരത്തിലുള്ള രീതിയിൽ നമ്മൾ ഇന്ന് ഐശ്വര്യത്തിന്റെ പുറകെ, സമ്പത്തിന്റെ പുറകെ ഒക്കെ നമ്മൾ ഓടി നടക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്ക് വേണ്ടത് ശാന്തി സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഭഗവാൻ പറയുന്ന ഒന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ ഈ ഐശ്വര്യത്തിന്റെ പുറകെ പോയിട്ടും അല്ലെങ്കിൽ മറ്റ് ഭൗതികമായിട്ടുള്ള ഒരു സുഖം എന്നുള്ളത് ശാശ്വതമല്ല. ശരിക്കും ഭൗതികമായിട്ടുള്ള സുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊക്കെ തൽക്കാലജങ്ങളായിട്ടുള്ളതാണ്. കുറച്ചു നേരത്തേക്ക് നമുക്ക് സുഖമെന്ന് നമുക്ക് തോന്നലേ ഉള്ളൂ സത്യത്തില്. അതിനുശേഷം എന്താണ്? അതിനുശേഷം പിന്നെ അല്ലേ സങ്കടം അല്ലെങ്കിൽ ദുഃഖത്തിന് കാരണമാകുക. അല്ലെ, പണ്ടൊക്കെ പറയും, നമ്മൾ വല്ലാണ്ട് സന്തോഷിക്കുമ്പോ പറയും അല്ലെ, വല്ലാണ്ട് ചിരിക്കുമ്പോ നീ അധികം ചിരിക്കണ്ട, ഇത് കരയാനുള്ളതാണ് എന്ന് പറയും. എന്ന് പറഞ്ഞാലെയാണ് നമ്മള് ഇങ്ങനെ ഐശ്വര്യത്തിന്റെ പുറകെ പോയി യഥാർത്ഥത്തില് ദുഃഖത്തിന്റെ ഒരു കെണിയിലേക്കാണ് ചെന്ന് പെടുന്നത്. എന്നാൽ നിത്യസുഖം, നിത്യ ആനന്ദം എന്നുള്ളത് അനുഭവിക്കണമെങ്കിൽ ആരോട് ചേർന്നിരിക്കണം? ഈശ്വരനോട് ചേർന്നിരിക്കണം. അല്ലെ, ഇന്നും പിടികിട്ടാത്തൊരു വിഷയമാണ് ഈശ്വരൻ. നമുക്ക് ആർക്കും കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെ, ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്ന് വേണമെങ്കിൽ പറയാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ എല്ലാവർക്കും അത് ഒരുപോലെ അനുഭവപ്പെടുന്നുണ്ടോ? ഇല്ല. ഈശ്വരൻ നമ്മൾ ഒരിക്കലും എത്ര ഇനി ഈ ഭൂമിയിൽ പല സ്ഥലത്തും നമ്മൾ തെരഞ്ഞു നടന്നാലൊന്നും ഈശ്വരനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? ഈ തെരയുന്നതാണ് ഈശ്വരൻ. അപ്പം ഈ തെരയുന്ന ഈശ്വരന് ഇനി വേറൊരു ഈശ്വരനെ കാണാൻ സാധിക്കുമോ അവിടെ? ഇല്ല. അപ്പം എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആത്മജ്ഞാനം തന്നെയാണ്. നമ്മൾ ഈശ്വരനാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. അതാണ് നമുക്ക് ഈ സത്സംഗങ്ങളിൽ നിന്നായിക്കോട്ടെ, ശാസ്ത്ര പഠനത്തിൽ നിന്നായിക്കോട്ടെ നമുക്ക് നേടിയെടുക്കേണ്ടത്. അതിലൂടെ അല്ലാതെ നമുക്ക് ശാന്തി സമാധാനം നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്ന മുഴുവൻ എന്താണ്? മായികങ്ങളാണ്. അല്ലെ, ഭഗവാൻ ഒരു പേരുണ്ട്, മായക്കണ്ണൻ എന്നൊരു പേരുണ്ട്. എന്തേ മായക്കണ്ണൻ എന്ന് പറയാൻ കാരണം ഈ കണ്ണൻ തന്നെയാണ് ഈ മായകളെ മുഴുവൻ നമ്മളിൽ കൊണ്ട് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഓരോന്നും എന്താണ്? അതാണ് സുഖം എന്ന് നമുക്ക് തോന്നല് മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നിത്യമല്ല, നിത്യമായിട്ടിരിക്കുന്ന വസ്തുവല്ല അത്. ശരിക്കും നിത്യമായിട്ടുള്ള സംഗതി അല്ല അത്. കാരണം എന്താണ്? അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ തോന്നണം. അത് തോന്നുന്നുണ്ടോ? ഈശ്വരന്റെ അനുഭവം കൊണ്ട് എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു അനുഭവം കിട്ടും. കാരണം എന്താണ്? അതൊന്നേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ളതാണ്. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ നമ്മളുടെ കണ്ണുകളെ കൊണ്ടും നമ്മളുടെ കാതുകളെ കൊണ്ടും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ചിന്തകളെ കൊണ്ടൊക്കെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു രംഗങ്ങളാണ് മറ്റ്
മായികമായിട്ടുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അതാണ് അല്ലെ. ഓരോരുത്തർക്കും ഈ പ്രപഞ്ചം ചിലപ്പോൾ ദുഃഖമാകാം, സുഖമാകാം. രണ്ട് രീതിയിലാണത്. എല്ലാവർക്കും ഒരേപോലെ അല്ല അനുഭവം. അങ്ങനെയാണെങ്കിൽ ഒരേപോലെയല്ലേ അനുഭവം വരേണ്ടത്. അപ്പം അതൊരിക്കലും ശാശ്വതമല്ല എന്ന് പറയാം. നമ്മൾ ഇന്ന് നമ്മളുടെ ഈ ശരീരത്തെയും നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ മനസ്സിനെയും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ശരിക്ക് ഓരോന്നിനെയും വിലയിരുത്തുന്നത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള നിയാമകനായിട്ടുള്ള ആ പരമശക്തിയെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്നാണോ അന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സംസാരക്കെട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ സംസാരക്കെട്ടിൽ കിടക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അത് വിട്ടിട്ട് ബാക്കിയുള്ളതിനെ എന്തിനെയൊക്കെയോ നമ്മൾ അല്ലെ കർത്തൃത്വ ബോധം കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു. അതൊരിക്കലും ശാശ്വതമല്ല. അത് നമുക്ക് ദുഃഖം തരുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെ, ഭാഗവതമൊക്കെ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നു നിങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്ക് എന്നും അല്ലെ സത്തല്ലാത്ത ഒരു ഇതാണ് എന്ന് പറയണത്. അപ്പം ആ ബുദ്ധിയൊക്കെ നമുക്ക് ഭഗവാൻ കൊണ്ട് തരട്ടെ. പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്ത് ആ ഒരു ശാന്തി ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് ഒരു നേരം പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ലാഭം എന്ന് പറയുന്നത്. ജന്മലാഭം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ഒരിക്കലെങ്കിലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഭക്തി എന്നുള്ള ഒരു ഇത് നമ്മളുടെ ഉള്ളിൽ എത്തിച്ചേരുന്നത്. അപ്പം നമുക്ക് പതിവ് പോലെ ആ ജ്വരസ്തുതി ചൊല്ലിക്കൊണ്ട് സകല തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടും മുത്തച്ഛൻ മുത്തശ്ശിമാർക്ക് വേണ്ടിയിട്ടും ധാരാളം ഏകാഗിയായിക്കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള ഒറ്റപ്പെടലുകളുടെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആൾക്കാര്, മൃഗങ്ങള്, സസ്യങ്ങള് അല്ലെ, പ്രപഞ്ചത്തിലുള്ള സകല ദുഃഖങ്ങൾക്കും ഒരു ശാന്തി ഉണ്ടാവണേ ഗുരുവായൂരപ്പ എന്ന് നമുക്ക് അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ഭക്തന്മാര്, അതേപോലെ നമുക്കും ആ നിസ്വാർത്ഥമായിട്ടുള്ളൊരു ഭാവത്തില് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളും കാതുകളും ഒക്കെ അല്ലെങ്കിൽ അവയവങ്ങള് അല്ലെ കിട്ടിയിട്ട് നഷ്ടപ്പെടുന്നവരുണ്ടാവാം, ജന്മനാ കിട്ടാതെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ടാവാം. എല്ലാവർക്കും പരമശാന്തിയും ഇതിന് ഉപരിയായിട്ടുള്ള ഈ ഒരു സത്യത്തെ, ഈ ഒരു തത്വത്തെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ അവിടെ ബുദ്ധിമുട്ടില്ല. നമ്മൾ വിചാരിക്കും കണ്ണില്ലാത്തവർക്ക് എന്തൊരു സങ്കടമായിരിക്കും അല്ലെ. സത്യത്തിൽ അവർക്ക് സങ്കടം ഉണ്ടാവുന്നുണ്ടോ? ശരിക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് കുറച്ചും കൂടി എളുപ്പമാകുകയാണ് ഈശ്വരനെ കാണാൻ അല്ലെ. അവർക്ക് ഈ മായികമായിട്ടുള്ള മായാപ്രപഞ്ചത്തെ കാണാതെ അവർക്ക് ഈശ്വരനെ കാണാൻ എന്തൊരു എളുപ്പം. നമ്മൾ കാണുന്നതൊക്കെ സത്യമാണെന്ന് നമ്മൾ ധരിക്കുക. അപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് കണ്ടോ എനിക്ക് കണ്ണുണ്ട് അവന് കണ്ണില്ലല്ലോ എന്ന് തോന്നുന്നത്. യഥാർത്ഥത്തില് കണ്ണില്ലാത്തവനാണ് ഏറ്റവും സുഖം എന്നുള്ളത് ഈ മഠയന്മാരായിട്ടുള്ള നമ്മള് ധരിക്കുന്നില്ല എന്നുള്ള. കാരണം എന്താണ്? നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ എന്തൊക്കെയോ അല്ലെ ഈ മായാപ്രപഞ്ചത്തിൽ കണ്ട് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ്. പക്ഷെ കണ്ണില്ലായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലെ. നമുക്ക് കണ്ണനെ എത്ര സുഖമായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ജ്ഞാനചക്ഷുസിലൂടെ. ഇതുപോലെ തന്നെയല്ലേ കാതിന്റെയും. അപ്പം ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമായിട്ടുള്ളൊരു സുഖമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചാല് നമ്മളെക്കായാലും എത്രയോ അല്ലെ ഭഗവാന്റെ കാരുണ്യമുള്ളവരാണ് ഈ അവയവങ്ങൾ നഷ്ടപ്പെട്ടവരും, അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റിയത് അനുഗ്രഹമാണ് ശരിക്കും അല്ലെ. നമ്മൾ പറയും ഈ ഭഗവാന്റെ അവതാരോദ്ദേശം അല്ലെ, കൃഷ്ണനായിട്ട് ഇവിടെ അവതരിച്ചത് ഭഗവാൻ അസുരന്മാരെ കൊല്ലാനാണെന്ന് ഭക്തന്മാർ പറയോ? ഇല്ല. ഭഗവാൻ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഇവിടെ അവതരിച്ചത്? അല്ല. പിന്നെന്താണ്? ഭക്തന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്, സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശം. അപ്പൊ ഭഗവാൻ ചെയ്യുന്ന ഒരു ലീലയും ഒരിക്കലും ഭക്തന് ദ്രോഹമായിട്ട് വരില്ല അല്ലേ. എനിക്കിതാ വിവാഹം കഴിഞ്ഞു, എന്നോടുള്ള സ്പൗസ് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകക്ഷി എന്നിൽ നിന്ന് പെട്ടെന്ന് പോയി എന്ന് പറയുമ്പോൾ വിഷമം. അതൊക്കെ എന്തിനാണ്? ഭഗവാനോട് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ തീരുമാനിക്കുക. കാരണം ഈ മായാപ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഒരു വിടുതലാണ് ശരിക്കും നമ്മളെ
പലതിൽ നിന്നും നമ്മളെ എന്താണ് നമ്മളിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകുമ്പോൾ സന്തോഷിക്കുക വേണ്ടത് സത്യത്തില്. അല്ലെ? നമുക്ക് 24 ഗുരുക്കന്മാരിൽ അവസാനം പറയുന്നില്ലേ ആ എന്താണ് പെൺകുട്ടിയുടെ നിറച്ച് വളകളിട്ട് നെല്ലുകുത്തുന്നതായിട്ടുള്ള പെൺകുട്ടിയുടെ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ശരിക്ക്? ഏകാകിയായിട്ട് നിൽക്കുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ആനന്ദം. ജീവിത സുഖം അനുഭവിക്കുന്ന ഏകാകിയായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പം മറ്റതൊക്കെ നമ്മളിൽ നിന്ന് വിടുമ്പം നമുക്ക് സങ്കടം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഈ മായാപ്രപഞ്ചത്തെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ്. അത് മായാപ്രപഞ്ചം എന്നുള്ളത് മായയാണ്, യാതൊരു സംശയവും ഇല്ലാതെ. അപ്പം അതിനെ നമ്മളിൽ നിന്ന് അകറ്റുമ്പോ ഭഗവാൻ കുറച്ച് കൂടുതൽ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതൊക്കെ ആ ഒരു ഭാവത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പതിവ് പോലെ ആ ഒരു ജ്വരസ്തുതി ഒരേ ഭാവത്തില് ഒരേ സ്വരത്തിൽ ചൊല്ലിക്കൊണ്ട് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. ജ്വര ഉവാചാം നമാമി ത്വാനന്ദശക്തിം പരേശം സർവാത്മാനം കേവലം ജ്ഞപ്തിമാത്രം വിശ്വോൽപത്തിസ്ഥാന സംരോധഹേതും യത്തൽ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവ സ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണാത്മാ വികാരം തത്സംഘാതോ ബീജരോഹ പ്രമാഹസ്ത്വന്മായേഷാം തന്നിഷേധം പ്രപദ്യേ നാനാഭാവേർലീലയൈവോപമന്യേ ദേവാൻ സാധൂൻ ലോകസേതൂൻ ബിഭർഷി ഹംസ്യോന്മാർഗാൻ ഹിംസയാ വർത്തമാനാൻ ജന്മൈതത്തേ ഭാരഹാരായ ഭൂമേഃ തപ്തോഹം തേ തേജസാ ദുസ്സഹേന ശാന്തോഗ്രേണാത്യുൽബണേന ജ്വരേണ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ താവത്താപോ ദേഹിനാം തേഘ്രിമൂലം നോ സേവേരൻ യാവദാശാനുബദ്ധ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.